ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പൊട്ടറ്റോ കേക്കാണ്. നിങ്ങൾ ആദ്യമായിട്ട് വീഡിയോ കാണണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ പിടിക്കുക. അപ്പോൾ ഞാനിന്ന് വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുന്നത് അങ്ങനെ നമുക്ക് വീഡിയോ കാണുന്നതാണ്. നമുക്ക് ഇതിനു വേണ്ടി 3 കിലോ പൊട്ടറ്റോ വേവിച്ചെടുത്ത് നമുക്ക് മാഷ് പൊട്ടറ്റോ ആക്കി എടുക്കണം. ഇനി നമുക്ക് അതിൻ്റെ അകത്തേക്ക് 4 മുട്ട ചേർത്ത് കൊടുക്കണം. അതുകൂടാതെ അതിൻ്റെ അകത്തേക്ക് 1 ടീസ്പൂണ് പെപ്പർ പൗഡർ, 1 ടീസ്പൂണ് സാൾട്ട്, 1 ടീസ്പൂൺ നട്ട്മഗ് പൗഡർ, നമ്മുടെ ജാതിക്കപ്പൊടി, ഒരു ടേബിൾ സ്പൂൺ പാഴ്സലി ഫ്ലക്സ്, 1 കപ്പ് 3 ചീസ്, ഇത്ര ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്യുന്നത് കണ്ടമാനം പേസ്റ്റ് പോലെ ആയി പോയത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാവുള്ളൂ. അപ്പോൾ എല്ലായിടത്തും വരുന്ന രീതിയിൽ ഫുള്ളായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. മുട്ടയെല്ലാം എല്ലായിടത്തും സെറ്റാവണം. ആ രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് ഈ ഒരു പരുവാക്കിയെടുക്കണം. നമുക്കിത് ചെയ്യുമ്പോഴത്തേക്ക് നമ്മളിത് ചെയ്യണ സമയത്ത് 180 ഡിഗ്രിയിൽ ഓവൻ ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കണം. അത് കഴിഞ്ഞ് നമുക്ക് ഇതുപോലെ സ്കൂപ്പ് എടുത്തിട്ട് നമുക്ക് ട്രെയിലേക്ക് ബട്ടർ പേപ്പർ വെച്ചിട്ട് അതിലേക്ക് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ആയിട്ടൊന്ന് പ്രസ് ചെയ്തെടുത്താൽ മതി. കണ്ടുപോകാൻ പ്രസ് ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി, ഒരു ഷേപ്പ് ആകാൻ വേണ്ടി. അതുപോലെ ഇത് ഫുൾ ഇതുപോലെ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഞാൻ ആദ്യം പറഞ്ഞത് 3 കിലോ പൊട്ടറ്റോ എടുത്ത് ബോയിൽ എടുത്തിട്ടാണ് മാഷ് ചെയ്തെടുക്കുന്നത്. അപ്പം ഇത്ര ആണ് നമുക്കിത് കിട്ടുന്നത്. ഇതുപോലെ ഫുള്ള് വെച്ച് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്തേക്ക് കുറച്ച് ബ്രെഡ് ക്രംസ് മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഒരു ഗാർണിഷ് പോലെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നതാണ്, ഒരു ക്രിസ്പീസ് കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ അതുപോലെ അത് ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്കിത് ഓവനിൽ വെച്ച് ബേക്ക് ചെയ്യണം. നമ്മൾ ഓവനിൽ വെച്ച് ബേക്ക് ചെയ്യുമ്പോൾ 220 ഡിഗ്രിയിൽ 20 to 25 മിനിറ്റാണ് നമ്മൾ ബേക്ക് ചെയ്യണത്. നമ്മൾ ഈ ക്വാണ്ടിറ്റി ഉണ്ടാക്കിയപ്പോൾ നമുക്ക് ഏകദേശം ഒരു 45-50 എണ്ണത്തോളം നമുക്ക് പൊട്ടറ്റോ കേക്ക് കിട്ടുന്നതാണ്. ഞാൻ 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പുറത്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു പരുവത്തിലാണ് നമുക്കത് കിട്ടേണ്ടത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ പൊട്ടറ്റോ കേക്ക് ഉണ്ടാക്കുന്നത്. നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അത്യാവശ്യം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡിഷാണത്. നമുക്ക് സ്റ്റാർട്ടറായിട്ടോ സ്നാക്സ് ആയിട്ടോ അങ്ങനെ കഴിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല, നിങ്ങൾക്ക് ഇതുവരെ ഉണ്ടാക്കി നോക്കുന്നതാണ്. ഇത് കഴിക്കുമ്പോൾ നമ്മൾ ചൂടോടുകൂടി കഴിക്കാൻ. നമ്മൾ ചീത്തെല്ലാം ഇടുന്നുണ്ട്. അപ്പം തണുത്ത് പോയി കഴിഞ്ഞാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ചൂടോടുകൂടി കഴിക്കാൻ. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നതാണ്, ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ. അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.